أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. സൂറത്ത് ബഖറയിലെ 28-ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ പഠിക്കാനാണ് ഈ പ്രാവശ്യം നോക്കുന്നത്. കൈഫ തക്ഫുറൂന ബില്ലാഹ്, കൈഫ എങ്ങനെയാണ്, തക്ഫുറൂന നിങ്ങൾ അവിശ്വസിക്കുന്നത്, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്, വ കുൻതും നിങ്ങൾ ആയിരിക്കെ, അംവാത്തൻ നിർജീവരായിരിക്കെ, അഹ്യാക്കും എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് ജീവൻ നൽകി എന്നിരിക്കെ, നിർജീവാവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ജീവാവസ്ഥ തന്ന റബ്ബിനെ, അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെ അവിശ്വസിക്കും? മാത്രമല്ല തുമ്മ യുമീത്തുക്കും, പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കുകയും, തുമ്മ യുഹ്യീക്കും, പിന്നീട് വീണ്ടും അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും. തുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് അവങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും എന്നിരിക്കെ ഈ റബ്ബിനെ നിങ്ങൾ എങ്ങനെയാണ് അവിശ്വസിക്കുക? ഈ റബ്ബിനോട് എങ്ങനെയാണ് നിങ്ങൾക്ക് നന്ദികേട് കാണിക്കാൻ സാധിക്കുക? ഈ റബ്ബിലുള്ള വിശ്വാസത്തെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. കൈഫ എങ്ങനെ, തക്ഫുറൂന നിങ്ങൾ അവിശ്വസിക്കും, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്, വ കുൻതും നിങ്ങൾ ആയിരിക്കെ, അംവാത്തൻ നിർജീവരായിരിക്കെ, നമ്മൾക്ക് എത്ര പ്രായമായോ അത്രയും പ്രായത്തിന് മുമ്പ് നമ്മൾ നിർജീവരായി എന്നിരിക്കെ, അഹ്യാക്കും എന്നിട്ട് അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി എന്നിരിക്കെ, ആ ജീവൻ നൽകിയ അള്ളാഹുവിനെ നിങ്ങൾക്ക് എങ്ങനെ അവിശ്വസിക്കാനും നന്ദികേട് കാണിക്കാനും നിഷേധിക്കാനും സാധിക്കും? മാത്രമല്ല, സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, ജീവാവസ്ഥ നൽകുക മാത്രമല്ല, തുമ്മ യുമീത്തുക്കും, പിന്നീട് നിങ്ങൾ അവനെ മരിപ്പിക്കും. മാത്ത മരിച്ചു, അമാത്ത മരിപ്പിച്ചു എന്നാണ്. തുമ്മ യുമീത്തുക്കും, നിങ്ങൾ അവൻ മരിപ്പിക്കും. തുമ്മ പിന്നീട് യുഹ്യീക്കും, നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും. തുമ്മ പിന്നീട് ഇലൈഹി അവങ്കലേക്ക്, അവനിലേക്ക്, തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും എന്നിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ അവിശ്വസിക്കുക എന്ന? അള്ളാഹുവിനെ നിഷേധിക്കണമെങ്കിൽ ഒരുപാട് കാര്യത്തെ നമ്മൾക്ക് മറികടക്കേണ്ടി വരും, മറക്കേണ്ടി വരും. ഒന്ന്, സൂറത്ത് ആറാഫിലെ 172-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുഴുവൻ സന്താനങ്ങളുടെയും ആത്മാവിനെ പുറത്ത് നിരത്തി നിർത്തി അവരോടൊരു ചോദ്യം ചോദിച്ചു. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? കാലു, അവരെല്ലാവരും പറഞ്ഞു. അവിടെ നിരീശ്വരവാദികളില്ല, യുക്തിവാദികളില്ല, ദൈവ നിഷേധികളില്ല.
ഇക്കണ്ട ലോകത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ ജനിക്കാൻ പോകുന്ന മുഴുവൻ ആളുടെയും ആത്മാവിനെയാണ് അള്ളാഹു പുറത്തു കൊണ്ടുപോകുന്നത്. ഒരു ആത്മീയ ലോകത്ത് വെച്ച് നടന്നൊരു സംഭവമാണ്. ഒറ്റ ചോദ്യം, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? കാലു, അവർ പറഞ്ഞു, ബല, അതെ. ഇത് ജന്മന അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഉള്ളിൽ ഒരു ദൈവീകമായ ബോധം നൽകിയിട്ടുണ്ട്. ആ ബോധത്തെ നിഷേധിക്കാതെ അള്ളാഹുവിനെ നിഷേധിക്കാനോ അവിശ്വസിക്കാനോ നമ്മൾക്ക് സാധ്യമല്ല. രണ്ടാമത്തത്, വഫിൽ അർളി ആയാത്തുല്ലിൽ മൂഖിനീൻ, ഭൂമിയിൽ ചിന്തിക്കുന്നവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ. ഭൂമി ഒരു പുസ്തകമാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഒരു പുസ്തകമാക്കി സങ്കല്പിച്ചാൽ ആ പുസ്തകത്തിലെ ഓരോ താളുകളിലും അള്ളാഹുവിന്റെ അസ്തിത്വവും ശക്തി മഹാത്മ്യവും വിളിച്ചറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ഖുർആൻ പറഞ്ഞു, വഫിൽ അർളി ആയാത്തുല്ലിൽ മൂഖിൻ, ചിന്തിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ഭൂമിയുടെ അതിശക്തി, പ്രപഞ്ചത്തിന്റെ കുറ്റമറ്റ സംവിധാനം, അള്ളാഹുവിന്റെ അസ്തിത്വത്തെയാണ് വിളിച്ചോതുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അറാബിയായ ഒരു മനുഷ്യനോട്, ഗ്രാമീണനായ ഒരു മനുഷ്യനോട് അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ വളരെ പ്രസക്തമായ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം ചോദിച്ചത്, ഒരു ഒട്ടകം നടന്നുപോയ കാൽപ്പാട് കണ്ടാൽ ഇതിലെ ഒരു ഒട്ടകം നടന്നുപോയി എന്ന് പിന്നീട് തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതൊരു ജീവിയും നടന്നുപോയ കാൽപ്പാടുകൾ ആ ജീവിയുടെ സാന്നിധ്യത്തെയാണ് വിളിച്ചറിയിക്കുന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ കുറ്റമറ്റ സംവിധാനം, അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് വിളിച്ചറിയിക്കുന്നില്ലേ? ഒരു ഡിഗ്രിയും എടുക്കാത്ത, ഒരു പരീക്ഷയും പാസ്സാവാത്ത, ഒരു പക്ഷേ സ്വന്തം പേരെഴുതാനോ അറിയാത്ത ഒരു കാട്ടറബി, ഗ്രാമീണനായ അറബി അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പറ്റി പറഞ്ഞിട്ടുള്ള ഈ പ്രസ്താവന, അതിനെയൊക്കെ നിഷേധിക്കാതെ ഒരു മനുഷ്യൻ അള്ളാഹിനെ നിഷേധിക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞു, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശരീരം തൊട്ടു മുമ്പ് മനുഷ്യൻ തന്നെ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെ തെളിവാണ്. 4.5 കൊല്ലക്കാലം മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അള്ളാഹു തന്ന ഈ ശരീരമാണ്. മെഡിക്കൽ സയൻസിന്റെ പഠന വിഷയം, അതിലെ അത്യത്ഭുതകരങ്ങളായ സംവിധാനം. അതിൽ ഒരു അവയവത്തിന് തകരാറ് പറ്റിയാൽ അവന്റെ ജീവിതത്തെ എന്തുമാത്രം അത് പ്രതികൂലമായി ബാധിക്കുന്നു എന്നത് ഈ ശരീരത്തിന്റെ കുറ്റമറ്റ സംവിധാനം അള്ളാഹുവിന്റെ അസ്തിത്വത്തെ തെളിയിക്കുന്നു. നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ ജീവൻ നൽകി. കൈഫ തക്ഫുറൂന ബില്ലാഹ് വകുൻതും അംവാതൻ, നിങ്ങൾ നിർജീവരായിരുന്നു. ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ സുബഹി നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്ന സൂറത്തു ദഹർ, ആ ദഹറിൽ ആദ്യത്തെ ആയത്ത്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി വജഅൽനാഹു സമീഅൻ ബസീറ. എത്ര കൃത്യമാണ്! മനുഷ്യരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പ്, നിങ്ങളായി രൂപപ്പെടുന്നതിന് മുമ്പ് ഒരു പേര് പറയാൻ പറ്റാത്തൊരു കാലഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിലും സൂറത്തുൽ ഹജ്ജിലും മനുഷ്യ ശരീരത്തെ അള്ളാഹു ഗർഭാശയത്തിൽ രൂപപ്പെടുത്തുന്ന ഓരോ ഘട്ടങ്ങളെ പറ്റി വളരെ ശാസ്ത്രീയമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം ബീജമാണ്. ആ ബീജത്തിനൊരു പേര് പറയാൻ പറ്റുമോ? അതാണ് ലം യകുൻ ശൈഅൻ മദ്കൂറ. ഒരു പേര് പറയപ്പെടാൻ പറ്റാത്ത ഒരു ഘട്ടം എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅയിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ ശ്രവിപ്പിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, ഞാനാണോ ഒരു തുള്ളി ഇന്ദ്രിയത്തെ വിവിധ ഘട്ടങ്ങളാക്കി, അല്ലെങ്കിൽ അത് വിവിധ രൂപങ്ങളാക്കിയതിനെ പരിവർത്തിപ്പിച്ച് നിങ്ങളാകുന്ന മനുഷ്യനെ രൂപപ്പെടുത്തിയത് ഞാനാണോ അതല്ല നിങ്ങളാണോ? സൂറത്ത് മുഅ്മിനൂനിലും സൂറത്ത് ഹജ്ജിലും ഒക്കെ അല്ലാഹു പറഞ്ഞു, നുത്ഫ, തുറാബ്, മണ്ണാണ്. ഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ, മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. തുമ്മ മിൻ നുത്ഫ, ആ മണ്ണ് നുത്ഫയായി മാറുകയാണ്. എങ്ങനെ മാറുക? ആ മണ്ണിൽ നിന്നുണ്ടാകുന്ന ഫലം, പഴം, കൃഷി മനുഷ്യൻ ഭക്ഷിച്ച് ആ മണ്ണ്
ഭക്ഷണമായി അവന്റെ ഉള്ളിലെത്തി. ആ ഉള്ളിലെത്തിയ ഭക്ഷണത്തിൽ നിന്ന് നുത്തുഫയുണ്ടാകുന്നു, ബീജം, അലക്കത്ത്. ആ ബീജത്തുള്ളിയെ രക്തക്കട്ടയാക്കി മാറ്റുന്നു, അല്ലെ ഭ്രൂണമാക്കി മാറ്റുന്നു, സിക്താണ്ഡമാക്കി മാറ്റുന്നു. ആ സിക്താണ്ഡത്തെ, രക്തപിണ്ഡത്തെ മാംസപിണ്ഡമാക്കി മാറ്റുന്നു. ആ മാംസപിണ്ഡത്തെ അസ്ഥിപഞ്ജരമാക്കി മാറ്റുന്നു. ആ അസ്ഥിപഞ്ജരത്തെ മാംസം കൊണ്ട് പൊതിയുന്നു. തുമ്മ അൻഷഅ്നാഹു ഖൽഖൻ ആഖർ. പിന്നീട് നമ്മൾ കാണുന്നത് മറ്റൊരു സൃഷ്ടിയാണ്. ഈ സൃഷ്ടിയുടെ ആദ്യത്തെ ഘട്ടം മണ്ണയും മണ്ണും അയാളും തമ്മിൽ എന്ത് ബന്ധമാണ്? ഒരു ബന്ധവും തോന്നിപ്പിക്കാത്ത വിധം മറ്റൊരു സൃഷ്ടിയായി നാം അവൻ മാറ്റുന്നു എന്ന് സൂറത്തുൽ മുഅ്മിനൂൻ അള്ളാഹു, സൂറത്ത് ഹജ്ജിലും അള്ളാഹു വിശദീകരിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പ്, അവൻ നിർജീവനായിരുന്നു, നിങ്ങൾക്ക് അള്ളാഹു ജീവൻ നൽകിയില്ലേ? എങ്കിൽ പിന്നെ അള്ളാഹുവിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് നന്ദികേട് കാണിക്കാനും പിന്നെ നിഷേധിക്കാനും സാധിക്കുക? രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആദ്യമായി പറയുന്ന പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന. മരണശേഷം, മരണസമാനമായ ഉറക്കിന് ശേഷം ജീവൻ നൽകിയ റബ്ബേ, നിനക്കാവുന്നു സർവസ്തുതി. അൽഹംദുലില്ലാഹില്ലദി റദ്ദ അലയ്യ റൂഹി, അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. രണ്ടാമത്തെ പ്രാർത്ഥന അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാവുന്നു സർവസ്തുതി. അല്ലദി ആഫാനി ഫീ ജസദി, അവൻ ശരീരത്തിന് സൗഖ്യം നൽകിയല്ലോ ഉറക്കിന് ശേഷം. വറദ്ദ അലയ്യ റൂഹി, ആത്മാവിന് എനിക്ക് തിരിച്ചു നൽകിയല്ലോ. വഅദിന ലീ ബിദിക്രിഹി, ഈ പ്രാർത്ഥന പറയാൻ എനിക്ക് ഉദക്കം നൽകിയല്ലോ. അങ്ങനെയുള്ള റബ്ബിനാകുന്നു സർവസ്തുതി എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് പ്രാർത്ഥനയുടെയും മർമ്മം മരണസമാനമായ ഉറക്കിൽ നിന്ന് ജീവൻ നൽകിയ റബ്ബിനെ സ്തുതിക്കുകയാണ്. എങ്കിൽ അള്ളാഹ് പറയാണ് കൈഫ തക്ഫുറൂന ബില്ലാഹ്, ഇപ്പൊ ഉറക്കുന്ന നീറ്റല്ലേ? നിങ്ങൾ ഭൂമിയിൽ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഉറക്കുന്ന നീക്കാൻ ഇന്നലെ അവിടെ ഉണ്ടേന്ന് നിൽക്കുക. ഇന്നലെ ഉറങ്ങിയിട്ട് രാവിലെ നീറ്റതാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര വയസ്സായി? 50 വയസ്സാണോ? ആ 50 കൊല്ലം മുമ്പ് നിങ്ങളുണ്ടോ? ഇല്ല. വകുൻതും അംവാത്തൻ, നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്നു, ഒരു പിടി മണ്ണായിരുന്നു നിങ്ങൾ. ആ മണ്ണിനെ അള്ളാഹു എന്താക്കി? ജീവനുള്ളതാക്കി, ഈ രൂപത്തിലൂടെ വളർത്തിയത്. അതാണ് അള്ളാഹു കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാത്ത സുമ്മ യുഹ്യീക്കും, പിന്നീട് നിങ്ങൾക്ക് അള്ളാഹു ജീവൻ നൽകി. ജീവന് പകരം വെക്കാൻ എന്താണ്? അള്ളാഹ്ക്ക് ജീവന് പകരം നമ്മൾ എന്ത് കൊടുത്താലാണ് ഒരു മനുഷ്യൻ ജീവൻ നമ്മൾക്ക് തരിക? എന്ത് കൊടുത്താലും തരില്ല. എന്തും ചെലവഴിക്കുകയും ചെയ്യും ജീവൻ നിലനിർത്താൻ. ഒരു രോഗിക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയാൽ രക്ഷപ്പെടുമെങ്കിൽ ലക്ഷങ്ങൾ തരാൻ ഈ നാട്ടിൽ ജനങ്ങളുടെ ജീവന്റെ വിലയാണ്. തുമ്മ യുഹ്യീക്കും തുമ്മ യുമീത്തുക്കും, പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കും. ഇത് കാലാകാലമുള്ള ഒരു ജീവിതമല്ല. ഇലാ അജലി മുസമ്മ, ഒരു നിശ്ചയിക്കപ്പെട്ട അവധി വരെയുള്ള ഒരു താൽക്കാലിക യാത്രയാണ്. 2 ശ്വാസോച്ഛ്വാസത്തിനിടയിലുള്ള സമയമാണ് ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. 10,000 20,000 30,000 ദിവസമാണ് നമുക്ക് ദുനിയാവുൽ അല്ലാഹു നൽകിയിട്ടുള്ളത്. പിന്നെന്തെയും തുമ്മയുമീത്തുക്കും, പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കും. തുമ്മയുഹ്യീക്കും, അതാണ് ഏറ്റവും ഗൗരവം. മരണശേഷം വീണ്ടും നിങ്ങൾ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. തുമ്മ ഇലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നിർജീവാവസ്ഥയിൽ നിന്ന് ജീവൻ നൽകി, പിന്നീട് അള്ളാഹു മരിപ്പിക്കുന്നു. അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മരണം എന്നത് ഓർമ്മിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. അത് ഒരു ദിവസം എത്രയോ തവണ നാം നമ്മോട് തന്നെ പറയുന്നുണ്ട്, നിനക്കൊരു മടക്കമുണ്ട്, നിനക്കൊരു മടക്കമുണ്ട്. മരണവും മരണശേഷമുള്ള ഒരു മടക്കവും. ഇവിടെ അള്ളാഹ് പറഞ്ഞതാ തുമ്മ യുമീത്തുക്കും തുമ്മ യുഹ്യീക്കും. അള്ളാഹു ചേർത്ത് പറയാം. ഖുർആനിൽ എവിടൊക്കെ മരണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അതിനോടൊക്കെ ചേർത്ത് അള്ളാഹു പുനർജീവിതത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? എന്താണ് കാരണം? മരണം എത്രത്തോളം സത്യമാണോ, ലോകത്ത് വ്യക്തികൾക്കിടയിലോ സംഘടനകൾക്കിടയിലോ വിഭാഗങ്ങൾക്കിടയിലോ തർക്കമില്ലാത്ത ഏക വിഷയം പടച്ചോൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ഒരു ന്യൂനപക്ഷമെങ്കിലും പടച്ചോൻ ഇല്ല എന്ന് പറയുന്ന ആൾ ഭൂമിയിലുണ്ട്. പക്ഷേ അവർക്കും നമുക്കും
ഒന്നും തർക്കമില്ലാത്ത വിഷയമാണ് മരണമുണ്ട് എന്ന്. എങ്കിൽ മരണമുണ്ട് എന്നത് എത്രമാത്രം സത്യമാണോ അതേപോലെ സത്യമാണ് മരണശേഷം ജീവിതമുണ്ട് എന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു മൗത്തിനെയും ബഅസിനെയും, മരണത്തെയും പുനർജീവിതത്തെയും എല്ലാ സ്ഥലത്തും ചേർത്താണ് പറഞ്ഞത്. നിങ്ങൾ മരണത്തെ പറ്റി പറഞ്ഞ ആയത്തൊക്കെ നോക്കിക്കോളി. മരണത്തോട് ചേർത്ത് പുനർജീവിതം പറഞ്ഞിട്ടുണ്ടാവും. എല്ലാ വെള്ളിയാഴ്ചയും മദീനത്തെ പള്ളിയിൽ ജുമഅക്ക് വന്നിരുന്ന ഒരു സ്വഹാബി വനിത പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ പങ്കെടുത്ത എല്ലാ ജുമഅയിലും. അപ്പോൾ പങ്കെടുക്കാത്ത ജുമ ഉണ്ടാവുമോ? ഉണ്ടാവും. എന്താ കാരണം? സ്ത്രീകൾക്ക് നമസ്കാരം നിർബന്ധമില്ലാത്ത സമയം ഉണ്ടാവുമല്ലോ, നിസ്കരിക്കാൻ പാടില്ലാത്ത സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ജുമഅക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പങ്കെടുത്ത ജുമഅയിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയ ഒരായത്ത്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ വിരണ്ടോടുന്ന മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അപ്പൊ മരണം ഉറപ്പായി. അടുത്ത ബാക്കി ഭാഗം എന്താ? സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നീട് നിങ്ങൾ മണ്ണോട് ലയിച്ച് ചേർത്ത് പോകല്ല, പിന്നീട് നിങ്ങൾ എല്ലാം അറിയുന്ന അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. മടക്കത്തെ പറ്റി പറയണം. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ, സൂറത്തുൽ മുഅ്മിനൂൻ. പിന്നീട് നിങ്ങൾ എല്ലാവരും മരിച്ചു പോകുന്നവർ തന്നെയാകുന്നു. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, പിന്നെ നിങ്ങൾ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുവരും. മരണത്തെ പറ്റി എവിടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടൊക്കെ പുനർജീവിതം. സുമ്മ യുമീത്തുക്കും സുമ്മ യുഹ്യീക്കും, പൊറുക്കാം. പിന്നെന്താ? സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. അതാണ് പ്രശ്നം. മനുഷ്യ ജീവിതത്തെ ഏറ്റവും ഭാരമുള്ളതാക്കുന്നത് അള്ളാഹിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നതാണ്. അല്ലെങ്കിൽ മരണം വലിയ ആശ്വാസമായിരുന്നു. വലൗ കുന്ന ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത്തു കുല്ലി ഹയ്യ്, ഒരു മനുഷ്യൻ ഒരു മരണത്തോടു കൂടിയാണ് അവസാനിച്ചു പോകുമായിരുന്നെങ്കിൽ ലകാനൽ മൗതു റാഹത്തു കുല്ലി ഹയ്യ്, എല്ലാ ജീവനുള്ള മനുഷ്യർക്കും മരണം വലിയ റാഹത്താകുമായിരുന്നു. കാരണം തീർന്നല്ലോ, ഞാനും പേടിക്കേണ്ടതില്ല. എന്നാൽ വലാകിന്നാ ഇദാ മിത്നാ ബുഇത്നാ വനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ, സംഭവം അങ്ങനല്ല. മരണശേഷം എല്ലാവരെയും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ടോ വനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളും 50,000 കൊല്ലം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ വിചാരണ. എ മുതൽ സെഡ് വരെ, അടി മുതൽ മുടി വരെ, ജനിച്ച് പ്രായപൂർത്തി ആയ മുതൽ അവസാനത്തെ ഒരു തുള്ളി വെള്ളം കുടിച്ച് ഈ ലോകത്തോട് വിട പറയുന്നത് വരെ, രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടും രാവും പകലും സമ്പാദനവും വിനയവും പെരുമാറ്റവും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് അള്ളാഹു ചോദിക്കും. യാതൊരു സംശയവുമില്ല. രണ്ടാമത് ജീവിപ്പിക്കുക എന്നത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വഹുവ അഹ്വനു അലൈഹി, വളരെ എളുപ്പമാണ്. ഉറപ്പല്ലേ? ഒരു ജീവിനെ, ഒരു വസ്തു, ഒരു ഉപകരണം, ഒരു വാഹനം ഏതാവട്ടെ, ആദ്യം ഉണ്ടാക്കാനല്ലേ പ്രയാസം. ഉണ്ടാക്കിയ ഒരു സാധനം രണ്ടാമത് കൂട്ടി യോജിപ്പിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഇല്ല. നമ്മളൊരു ടൗണിലൂടെ യാത്ര പോകും, എത്ര വർക്ക്ഷോപ്പ് കാണാം? ബൈക്കിന്റെ വർക്ക്ഷോപ്പ് കാണാം, കാറിൻ്റെത് കാണാം. വെക്കണം. എന്താ കാരണം? അത് ബൈക്ക് ഉണ്ടാക്കുന്ന സ്ഥലം, ഉണ്ടാക്കിയ ബൈക്ക് നന്നാക്കുന്ന സ്ഥലം. എന്നാൽ ബൈക്ക് ഉണ്ടാക്കുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഏതാ പ്രയാസം? ഒരു ജീവിയെ ആദ്യമായി ഉണ്ടാക്കാനാ പ്രയാസം. അത് രണ്ടാമത് കൂട്ടി യോജിപ്പിക്കാൻ അള്ളാഹ്ക്ക് എന്ത് പ്രയാസം? വഹുവ അഹ്വനു അലൈഹി, അവൻ അള്ളാഹ്ക്ക് വളരെ എളുപ്പമാണ്. സൂറത്തുൽ ലുഖ്മാൻ അള്ളാഹ് പറഞ്ഞു, മാ ഖൽഖുകും വലാ ബഅതുകും ഇല്ലാ കനഫ്സിൻ വാഹിദ, ഈ ലോകത്ത് ഒരു മനുഷ്യനെ മരണശേഷം ജീവിപ്പിക്കുവാൻ അള്ളാഹ്ക്ക് എത്രയാണോ അധ്വാനം, അത്ര അധ്വാനെ മുഴുവൻ മനുഷ്യന്മാർ രണ്ടാമത് ഉണ്ടാക്കാനുള്ളൂ. എത്ര അള്ളാഹ്ക്കിന്റെ കഴിവെന്താ! ഖദ് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീദ്. സൂറത്തുൽ ഖാഫിൽ അള്ളാഹ് പറഞ്ഞു, മയ്യത്ത് നിങ്ങൾ മണ്ണിലാട് കൊണ്ടുപോയി വെക്കുക എന്നല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് പോന്നാൽ ആ മയ്യത്തിൽ നിന്ന് ഭൂമി വലിച്ചെടുത്തത് എന്തൊക്കെയാണ് എനിക്കറിയാം. അത് രണ്ടാമത് പുറന്തള്ളാനും കൂട്ടി യോജിപ്പിക്കുവാനും അള്ളാഹ്ക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പൊ ഫകൈഫ തക്ഫുറൂന, നിങ്ങൾക്ക് എങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയും? വകുന്തും, നിങ്ങൾ ആയിരിക്കെ, അമ്വാത്തൻ,
മരണപ്പെട്ടാലെ ജീവനില്ലാത്തവരായിരിക്കെ ഫഅഹ്യാക്കും, എന്നിട്ട് അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി. അങ്ങനെയുള്ള അള്ളാഹുവിനെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും? തുമ്മ യുമീത്തുക്കും, പിന്നെ ഒരവധി വരുമ്പോൾ അവൻ നിങ്ങൾ എന്ത് ചെയ്യും? മരിപ്പിക്കും. തുമ്മ യുഹീക്കും, വീണ്ടും ഒരവധി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. തുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് നിങ്ങൾ അള്ളാഹുലേക്ക് മടക്കപ്പെടും. അവിടെ മനുഷ്യന്റെ കർമ്മങ്ങൾ അതിസൂക്ഷ്മമായ പരി പിന്നെ വിശകലനങ്ങൾക്ക് വിധേയമാവും. യൗമ തുബുല സറായിർ, രഹസ്യങ്ങൾ ചികയും. മനുഷ്യന്റെ രഹസ്യങ്ങൾ അള്ളാഹു ചകഞ്ഞ് പുറത്തു കൊണ്ടുവരും. അതുകൊണ്ടാണ് ലാ തുഹ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്ന് കരട് പൊട്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം പ്രാർത്ഥിച്ചത്. എന്താ പ്രാർത്ഥിച്ചത്? ലാ തുഹ്സിനി യൗമ യുബ്അസൂൻ, പരലോകത്ത് റബ്ബേ നീ എന്നെ അപമാനിക്കരുത്. എങ്ങനെ അപമാനിക്കലും? തുണിയും മുണ്ട് കൊടുത്തില്ല. അതിൽ വലിയ അപമാനം എന്താണ്? അതിലും വലിയ അപമാനം അവിടെ വേറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്ന് മനുഷ്യന്റെ മനസ്സിന്റെ ബേജാറ് അള്ളാഹു എങ്ങനെ പഠിപ്പിച്ചതെന്ന് അറിയോ? വിവസ്ത്രരാണ് എല്ലാവരും, പൂർണ്ണ നഗ്നരാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോ ഐഷാറെന്ന് ചോദിച്ചു, റസൂല് ഒരാൾ വേറൊരാൾ ഔറത്തിലേക്ക് നോക്കൂലേ? അപ്പൊ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക്, ആയിഷ, കാര്യങ്ങൾ അതിനേക്കാൾ ഗൗരവമുള്ളത് തലന്റെ ഉള്ളിൽ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ചു, തുണി ഉടുത്ത് ഇല്ല ഞാന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ബേജാറ് എന്റെ മനസ്സിനെ ബാധിക്കണമെങ്കിൽ ആ സന്ദർഭത്തിന്റെ ഗൗരവം എന്താണ്? ലോകത്തെ ഏതെങ്കിലും മനുഷ്യന്മാര് വളരെ തിരക്കിൽ പോകുമ്പോൾ തുണി എടുക്കാൻ മറന്ന് നിങ്ങൾ കണ്ടിടണം. പേഴ്സ് എടുക്കാൻ മറക്കും, ഐഡന്റിറ്റി കാർഡ് എടുക്കാൻ മറക്കും, രേഖ എടുക്കാൻ മറക്കും, പൈസ എടുക്കാൻ മറക്കും, കൊട എടുക്കാൻ മറക്കും, ആവശ്യമായ ഉപകരണങ്ങൾ എടുക്കാൻ മറക്കും. ശരി, സമ്മതിച്ചു. പക്ഷേ ഭയങ്കര തിരക്കുകൊണ്ട് ഒരാൾ ബസ് കയറി തുണി കൊടുത്തില്ല. ആ തിരക്കിന്റെ ഇടയിൽ ഞാനത് ഉടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ കേട്ടണോ? എന്നാൽ അതാ പറഞ്ഞത്. അപ്പൊ അവിടുത്തെ ആ സന്ദർഭത്തിന്റെ ഗൗരവവും മനുഷ്യന്റെ ബേജാറും അവന്റെ ബദ്ധപ്പാട് എത്രത്തോളം ഉണ്ടാവുമെന്ന് നമ്മളെ പഠിപ്പിക്കണമല്ലോ. അങ്ങനെ ഒരുമിച്ച് കൂട്ടും. അങ്ങനെയുള്ള റബ്ബിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ സാധിക്കുക എന്നാണ് 28-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഹുവല്ലദീ അവനാകുന്നു, ഖലഖ സൃഷ്ടിച്ചവൻ, ലക്കും നിങ്ങൾക്കായി, മാഫിൽ അർളി ഭൂമിയിലുള്ളതെല്ലാം, ഹുവല്ലദീ അവനാകുന്നു, ഖലഖ സൃഷ്ടിച്ചവൻ, ലക്കും നിങ്ങൾക്ക്, മാഫിൽ അർളി ഭൂമിയിലുള്ളത് മുഴുവൻ, ജമീഅ മുഴുവൻ. എന്നിട്ടോ തുമ്മ പിന്നീട്, ഇസ്തവ അവൻ ശരിക്ക് നിന്നു. ഇസ്തവ എന്ന് പറഞ്ഞാൽ അവൻ ശരിക്ക് തിരിഞ്ഞു നിന്നു, ഇലസമായി ആകാശത്തിന് നേരെ. ഇപ്പൊ സബ്ബാഹുന്ന, എന്നിട്ട് അതിനെ ശരിപ്പെടുത്തി. എങ്ങനെ ശരിപ്പെടുത്തി? സബ്അ സമാവാത്തിൻ, 7 ആകാശമായിട്ട് അതിനെന്ത് ചെയ്യും? ശരിപ്പെടുത്തി. വഹുവ അവനാകട്ടെ, ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെ പറ്റിയും, അലീം സൂക്ഷ്മമായി അറിയുന്നവനാകും. ഒന്നുകൂടെ പദങ്ങളുടെ അർത്ഥം ശ്രദ്ധിക്കുക. ഹുവ അവൻ, അല്ലദീ യാതൊരുവനാണ്, ഖലഖ അവൻ സൃഷ്ടിച്ചു, ലക്കും നിങ്ങൾക്ക്, മാഫിൽ അർളി ഭൂമിയിലുള്ളത്, ജമീഅൻ മുഴുവനായി. തുമ്മ പിന്നീട്, ഇസ്തവ അവൻ ശരിക്ക് നിന്നു, അല്ലെങ്കിൽ ശരിക്ക് തിരിഞ്ഞു നിന്നു, ഇലസമാ ആകാശത്തിന് നേരെ. എന്നിട്ട് സവ്വാഹുന്ന അവയെ അവൻ ശരിപ്പെടുത്തി. സവ്വ എന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തി. എങ്ങനെ ശരിപ്പെടുത്തി? സബ്അ സമാവാത്തിൻ 7 ആകാശമായിട്ട് ആകാശങ്ങളെ അള്ളാഹു ശരിപ്പെടുത്തി. വഹുവ അവനാകട്ടെ, ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങളെ പറ്റി, എല്ലാ വസ്തുക്കളെ പറ്റി, എല്ലാ വസ്തുതകളെ പറ്റി, എല്ലാത്തിൻ്റെയും അവസ്ഥാന്തരങ്ങളെ പറ്റി, എല്ലാത്തിൻ്റെയും പര്യവസാനത്തെ പറ്റി എല്ലാം അലീം സൂക്ഷ്മമായി അറിയുന്നവനാകും. ഇതിന്റെ ഒന്നാമത്തെ ഭാഗം, ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും നമ്മൾക്ക് വേണ്ടി, നമ്മൾക്ക് ഏതെങ്കിലും നിലക്ക് ഉപകാരം ചെയ്യുന്നു. ഒരു കാലഘട്ടത്തിൽ വേണ്ടാത്ത സംഗതി ഇന്ന് വിലപിടിപ്പുള്ള വസ്തുവായി മാറിയില്ലേ? ഒരു കാലത്ത് വിലപിടിപ്പുള്ള സാധനം ഇപ്പൊ ആർക്കും വേണ്ടതായിട്ടും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് എല്ലാം മനുഷ്യർക്ക് വേണ്ടി.
എല്ലാത്തിൻ്റെയും ഉപയോഗം മനുഷ്യനാണ്. അതാണ് എൻ്റെ ശരിക്കുള്ള എന്ന് പറഞ്ഞാൽ പശു വളർത്തുന്ന ആൾക്കറിയാം പശുവിന് എന്താ തിന്നാൻ കൊടുക്കല്. നമുക്ക് വേണ്ടാത്തത് നമ്മൾ തിന്നതിന്റെ ബാക്കിയുള്ളത്, നമ്മൾ കുടിച്ചതിന്റെ ബാക്കിയുള്ളത് കണ്ടേ കൊല്ലും, എല്ലും വെള്ളമൊക്കെ കൊടുക്കും. എന്നാൽ പശു നമ്മൾക്ക് തരുന്നതോ ശുദ്ധമായ പാല് മനുഷ്യർക്ക്. പശുവിന് അങ്ങോട്ട് കൊടുക്കണ വേസ്റ്റ്, പശു ഇങ്ങോട്ട് തരുന്നതോ ഏറ്റവും ശുദ്ധമായ പാൽ. കോഴിയെ വളർത്തുന്ന ആൾക്കറിയാം കോഴിക്ക് എന്താ തിന്നാൻ കൊടുക്കല്. നമ്മൾ രാത്രി കുട്ടികൾ തിന്നോ നമ്മൾ തിന്നതിന്റെ ബാക്കി എല്ലും മുള്ളും ഒക്കെ കൊടുക്കും. എന്നാൽ കോഴി ഇങ്ങോട്ട് തരുന്നത് എന്താ? കോഴിമുട്ട, ഏറ്റവും നല്ല പ്രോട്ടീൻ ഉള്ള ഭക്ഷണം. അതാണ് എല്ലാത്തിൻ്റെയും ഉപയുക്തത, ഉപകാരം, ഗുണം മനുഷ്യൻ. അള്ളാഹു ഭൂമിയിൽ അത് ചെക്ക് നേർക്ക് നേരെ ഉപകാരം കിട്ടുന്ന സംഗതി ഉണ്ടാവും. ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റ് വളഞ്ഞ വഴിയിലൂടെ നമ്മെ സഹായിക്കുന്ന ഉപകാരപ്പെടുന്നതുണ്ടാവും. അത് ഏതെങ്കിലും നിലക്ക് നമ്മൾക്ക് ഉപകാരമില്ലാത്ത ഒരു സംഗതി അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നതാണ്. എന്ന് വെച്ച് അത് അനിയന്ത്രിതമായി ഉപയോഗിക്കാമെന്നാണോ? അല്ല, അതിന് നിയന്ത്രണം ബാധകമാണ്. അപ്പൊ ഒരു ലിമിറ്റ് എല്ലാത്തിനും ഉണ്ടാണ്. ഒന്ന്. രണ്ടാമത്തത്, ഇത് വെറുതെ തന്നാണോ? അല്ല. അള്ളാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കൾക്കും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇതെല്ലാം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാക്കി മാറ്റിയതിൽ അള്ളാഹ്ക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവും. എന്താ ലക്ഷ്യം? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചതാണ്. ഈ പ്രപഞ്ചത്തിലുള്ളതൊക്കെ മനുഷ്യർക്ക് ഉപകാരം കിട്ടാൻ വേണ്ടി സൃഷ്ടിച്ചതാണ്. അപ്പൊ നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവിൽ നിന്ന് 6 കാര്യങ്ങൾ ഉണ്ടാവും. അതിന് നമ്മൾ 6 കാര്യത്തിലൂടെ പ്രതികരിക്കണം. ഉലൂഹിയത്ത്, ആരാധ്യനായിരിക്കുക എന്നത് അള്ളാഹുവിന്റെ ഗുണമാണ്. നമ്മളുടെ അതിനുള്ള പ്രതികരണം ഉബൂദിയത്ത്, അടിമയായിരിക്കുക എന്നത് നമ്മുടെ ഗുണമാണ്. നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത് അങ്ങനെയാണ്. പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും തേട്ടവും പ്രതീക്ഷയും ഭയവും ഒക്കെ അള്ളാന്റെ നേരെ, തവക്കുലും ഒക്കെ പടച്ചോന്റെ നേരെ. അവൻ നമ്മുടെ നേരെ ഉലൂഹി ഇലാഹ് അവനാണ് എങ്കിൽ ആ ഇലാഹ് എന്ന് പറഞ്ഞ ആരാധ്യൻ എന്നാണ്. ആരാധന നമ്മിൽ നിന്ന് അവന്റെ നേരെ ഉണ്ടാവണം. അതിനാണ് നമ്മൾ സൃഷ്ടിച്ചത്. അൽ ഉലൂഹിയത്തു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ് ഇലാഹായിരിക്കുക എന്ന ഗുണം. ഉബൂദിയത്ത് നമ്മിൽ നിന്നുണ്ടാവേണ്ടതാണ്. അതേപോലെ തന്നെ സ്വർഗം അള്ളാഹുവിൽ നിന്നാണ്. അതിനുള്ള പരിശ്രമം, ഇബാദത്ത്, ത്വാഅത്ത്, വഴിപ്പെടല് നമ്മിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ തൗബ അള്ളാഹുവിൽ നിന്നാണ്. മഗ്ഫിറത്ത്, തൗബ നമ്മിൽ നിന്നുണ്ടാവണം. മഗ്ഫിറത്ത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടത് നമ്മളാണ്, മഗ്ഫിറത്ത് തരേണ്ടത് അവരാണ്. ബലാ, പരീക്ഷണങ്ങൾ അള്ളാഹുവിൽ നിന്നുണ്ടാവും. സ്വബർ നമ്മിൽ നിന്നുണ്ടാവണം. നിഅമത്ത് അള്ളാഹുവിൽ നിന്നാണ്. ശുക്ർ നമ്മിൽ നിന്നുണ്ടാവണം. ഉത്തരം നൽകുക എന്നത് അള്ളാഹുവിൽ നിന്നാണ്. ദുആ നമ്മിൽ നിന്നുണ്ടാവണം. ഈ 6 രീതിയിൽ 6 കാര്യങ്ങളോട് പ്രതികരിക്കാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യനെ അള്ളാഹു അവന്റെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചു. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമിഅ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു സുമ്മസ്തവ, സുമ്മ പിന്നീട്, ഇസ്തവ അവൻ നേരെ തിരിഞ്ഞു നിന്നു, ഇലസ്സമാ ആകാശം. അപ്പൊ ഇത് കേട്ടാൽ സുമ്മ സവ്വാഹുന്ന, പിന്നീട് അതിനെ ശരിപ്പെടുത്തി, സബഅ സമാവാത്തിന് 7 ആകാശമായി. ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഭൂമി ഈ സൃഷ്ടിച്ചതിന് ശേഷം ആണ് ആകാശം സൃഷ്ടിച്ചത് എന്ന് തോന്നാം. പക്ഷെ സൂറത്തുൻ നാസിഅത്തിൽ ആകാശത്തെ ശരിപ്പെടുത്തിയതിനു ശേഷം വൽ അർദ ബഅദ ദാലിക ദഹഹാ, പിന്നീട് അല്ലാഹു ഭൂമിയെ വിധാനിച്ചു എന്ന പരാമർശമുണ്ട്. അപ്പൊ ഇത് രണ്ടും വൈരുദ്ധ്യമാണോ? അല്ല. ഇവിടെ സുമ്മ എന്ന് പറഞ്ഞത് ശേഷം എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ ഈ ആകാശം ഭൂമി സൃഷ്ടിച്ച കാലത്തെ പറ്റി, സമയത്തെ പറ്റി പറയാനല്ല. പിന്നെ ഒന്നിന് ശേഷം ഒന്ന്, ഒരു വിഷയം പറഞ്ഞതിന് ശേഷം അടുത്ത വിഷയം പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ പറഞ്ഞതുപോലെ ഭൂമി സൃഷ്ടിച്ചതിന് ശേഷം ആകാശം സൃഷ്ടിച്ചതല്ല.
ആകാശത്തെ ശരിപ്പെടുത്തിന് ശേഷമാണ് ഭൂമിയെ വിധാനിച്ചത്. അത് സൂറത്തു നാസിയാത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞ സുമ്മ എന്ന പദത്തിന്റെ അർത്ഥം ആകാശം സൃഷ്ടിച്ചതിന് ശേഷം ആകാശത്തിന്റെ സമയവും ഭൂമിന്റെ സൃഷ്ടിപ്പിന്റെ സമയവും വ്യക്തമാക്കലല്ല, മറിച്ച് ഒരു വിഷയത്തിന് ശേഷം മറ്റൊരു വിഷയം പറയുന്നു എന്ന അത് കുറിക്കാൻ വേണ്ടിയാണ് ഇവിടെ സുമ്മ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ സുമ്മസ്തവ ഇലസ്സമാ ഫസവ്വാഹുന്ന, എന്നിട്ട് അതിനെ അള്ളാഹു ശരിപ്പെടുത്തി. സബ്അ സമാവാത്തിൻ, 7 ആകാശമായി. ഏഴിന്റെ പ്രത്യേകത എന്താ? ഏഴിന് ഒരുപാട് പ്രത്യേകത. 7 ആകാശമുണ്ട്, 7 ഭൂമിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഹദീസിൽ കാണാം, ഖബറിൽ വെക്കപ്പെട്ട മനുഷ്യനെ അള്ളാഹു ചോദ്യം ചെയ്യും. ചിലർക്ക് ഉത്തരം പറയാൻ കഴിയും, മറ്റു ചിലർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ആ ഉത്തരം പറയാൻ കഴിയാത്ത ആളുകൾ മലക്കൾ അടിക്കും. അപ്പോൾ അടിക്കുമ്പോൾ അവൻ 7 ഭൂമിക്കടിയിൽ താഴ്ന്നു പോകുന്നു. 7 ഭൂമി എന്നത് ചില ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. 7ന്റെ പ്രത്യേകതയാണ്. ഈ 7 ആകാശം എന്നത് ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ലെങ്കിലും അള്ളാഹു ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ ഈ സംഗതി വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ശാസ്ത്രം ഇന്ന് വന്ന് നാളെ തിരുത്തി പറയും. ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനമാണ് ഏറ്റവും നല്ല വിജ്ഞാനം. അള്ളാഹ് പറയുന്നു 7 ആകാശം എന്ന് ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്കറിയാം. സബഅ സമാവാത്ത് എന്നത് ഒരുപാട് ആയത്തിൽ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രൂപവും ഭാവവും ഒന്നും നമുക്കറിയില്ലെങ്കിലും അത് വിശ്വസിക്കൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്, നിർബന്ധമാണ്. കാരണം അള്ളാഹു ആണ് പറഞ്ഞത്. അപ്പൊ 7 ആകാശമുണ്ട്, 7 ഭൂമി. അതേപോലെ തന്നെ 7 വൻ പാപങ്ങളുണ്ട്. ഈ ജിത്തനിബു അസ്സബഅൽ മൂബിഖാത്ത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, നിങ്ങൾ 7 വൻ പാപങ്ങൾ ഒഴിവാക്കണമെന്ന്. അത് 7ന്റെ മറ്റൊരു പ്രത്യേകതയാണ്. മറ്റൊന്ന് അർശിന്റെ തണൽ. നമുക്കറിയാം, പരലോകത്ത് മനുഷ്യന്റെ തലക്ക് മുകളിൽ ഒരു ചാൺ അല്ലെങ്കിൽ സുറുമക്കോൽ അകലത്തിൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ കത്തിയരി. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ആ സൂര്യൻ ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്താണ്. എന്നിട്ട് നമുക്ക് ചൂട് സഹിക്കാൻ സാധിക്കാതെ AC തകർക്കണം. ഈ കണ്ടതും കാണാത്തതുമായ സൂര്യനെ പോലെ അതല്ല, അതിനേക്കാൾ വലിയ തീ തുപ്പുന്ന നക്ഷത്രങ്ങൾ ഒരു മനുഷ്യന്റെ തലന്റെ മുകളിൽ കത്തിയെരിയുമ്പോൾ അതിന്റെ ചൂടത്ര എന്ന് 5 മിനിറ്റ് ഇരുന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. അള്ളാഹ് റസൂൽ പറഞ്ഞു, അള്ളാഹ് പറഞ്ഞതായി, അന്ന് എന്റെ തണലല്ലാത്ത മറ്റൊരു തണലും ലഭ്യമല്ല. ആ തണൽ നമ്മൾ സാധാരണ ഭാഷയിൽ അർശിന്റെ തണൽ എന്നാണ് പറയാം. അത് 7 വിഭാഗം ആളുകൾക്കാണ് അള്ളാഹു റിസർവ് ചെയ്തിട്ടുള്ളത്. ഞാൻ 7ന്റെ പ്രത്യേകത പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ അർശിന്റെ തണലിന്റെ പ്രാധാന്യം ഒന്ന് ഊന്നി പറഞ്ഞു എന്ന് മാത്രം. അത് കിട്ടിയില്ലേ ഓന്റെ കാര്യം എടുക്കാണ്ടാവില്ല. അത് നമ്മൾ ചിന്തിച്ചാൽ അറിയാലോ. രാത്രി പകല് 1 മണിക്കൊന്ന് പുറത്തിറങ്ങി ചൂടത്ത് നിന്ന് നോക്കിയാൽ മതി. എത്രയോ കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് കൂടുതൽ സഹിക്കാൻ പറ്റണല്ലോ. വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഫാൻ ഇട്ടിരിക്കണം. ഈ സൂര്യന്മാരെല്ലാം തലക്ക് മുകളിൽ കത്തിയെരിയുമ്പോ ഒറ്റ തണലുള്ളൂ, ളില്ലുൽ അർശ്. അള്ളാന്റെ പറഞ്ഞിന്, അന്ന് എന്റെ തണലില്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസം ഞാൻ 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ കൊടുക്കും. അത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ 7 വിഭാഗം ആരാണെന്ന് പഠിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ, അതിന് 5ന്റെ പൈസ മുടക്കില്ല. ഇമാമുൻ ആദിൽ, നീതിവാനായ ഭരണാധികാരി. നമ്മുടെ ജീവിതത്തിൽ നീതിയും സത്യവും മുറുകെ പിടിക്കും. അതേപോലെ തന്നെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെടുത്തിയവൻ 5ന്റെ പൈസ മുടക്കില്ല. പള്ളി പോവുക, പള്ളിയുമായി ഹൃദയം ബന്ധപ്പെടുത്തിയവൻ, അള്ളാഹിനെ ഭയപ്പെട്ട് വളർന്നു വന്ന യുവാവ്, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത വിധം രഹസ്യമായി സ്വതക്ക ചെയ്യുന്നവൻ, അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവർ, അതേപോലെ തന്നെ ഈ ഒറ്റക്കിരുന്ന് അവനവന്റെ പാപം ഓർത്ത് കരയുന്നവർ, ഇതിനൊന്നും 5ന്റെ പൈസ മുടക്കില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മൾ കയറിക്കണം. 7 വിഭാഗം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നായ പാത്രത്തിൽ തലയിട്ടാൽ 7 പ്രാവശ്യം കഴുകണം. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണം. 7ന്റെ പ്രത്യേകത പറയാം. അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാവാസികൾ, സബഅത്തുൻ വസാമിനുഹും ഖൽബുഹും, അവർ 7 യുവാക്കളും 8ാമത്തെ പട്ടിയുമായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു.
അതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട സ്വപ്നം 7 തടിച്ച പശുക്കൾ, മെലിഞ്ഞ പശുക്കളെ, തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുകയാണ്. 7 തടിച്ച കതിരും 7 മെലിഞ്ഞ കതിരും കാണും. അത് സ്വപ്നം 7-ലാണ് അവസാനിക്കുന്നത്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ തവാഫ്, സഈ, ജംറത്തുൽ അഖബ ഏറ് 3ഉം 7 പ്രാവശ്യം. നമുക്കറിയാം 7ന്റെ പ്രത്യേകതയാണ്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം എന്ന് രാവിലെ ചൊല്ലേണ്ടത് 7 പ്രാവശ്യമാണ്, രാവിലെ വൈകിട്ട്. അതേപോലെ തന്നെ നരകത്തിന്റെ വാതിലുകൾ 7-മാണ്. ലഹാ സബ്അത്തു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. അതിന് 7 വാതിലുകളുണ്ട് എന്ന് ഖുർആൻ പറയും. ആർത്തവം കൂടിയത് 7 ദിവസമാണ്. അതേപോലെ തന്നെ ആദ് സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചു കൊടുങ്കാറ്റിലൂടെ. ആ കൊടുങ്കാറ്റ് നീണ്ടു നിന്നത് 7 ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ. 7 രാത്രിയും 8 പകലും, ഒരാഴ്ച തുടർച്ചയായിട്ട് നിന്നു. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് 7 മിനൽ മസാനി, 7 ആവർത്തിത വചനങ്ങൾ എന്നാണ് പേര്. പ്രസിദ്ധമായ ഖുർആൻ പാരായണ രീതി 7 രീതിയാണ് സ്വഹാബികളിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ 7ന്റെ പ്രത്യേകതയാണ്. അതിൽ ഒന്ന് ഒരു അറിവിന് വേണ്ടി പറഞ്ഞു മാത്രം. ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅൻ തുമ്മ സ്തവാ ഇലസ്സമാ. പിന്നീട് അവൻ ആകാശത്തിനെ തിരിഞ്ഞു, ഫസവ്വാഹുന്ന, അതിനെ ശരിപ്പെടുത്തി. വഹുവ, അവനാകട്ടെ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യങ്ങളെ പറ്റി, സൃഷ്ടികൾ, ആ സൃഷ്ടികളുടെ വ്യത്യസ്ത അവസ്ഥകൾ, ആ സൃഷ്ടികളുടെ അനന്തരം അല്ലെങ്കിൽ അവരുടെ പര്യവസാനം, അതിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വളരെ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഭൂമിയിലുള്ള എല്ലാം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ഉപകാരം അവന് സ്വീകരിക്കാവുന്നതാണ്. അതിന്റെ നിയമങ്ങൾ പാലിച്ചു ആർത്തിയും ധൂർത്തും കൂടാതെ ആവശ്യത്തിന് അത് ഉപയോഗിക്കാവുന്നതാണ്. അത് അള്ളാഹു നമുക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. അതിന് പകരം നമ്മെ സൃഷ്ടിച്ചെന്തിനാണ്? അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അത് നമ്മൾ വളരെ ഭംഗിയായി നിർവഹിക്കണം. കാരണം ഉലൂഹിയത്ത് അള്ളാഹുവിൽ നിന്നാണ്, ഉബൂദിയത്ത് നമ്മിൽ നിന്നാണ്. ഈ 5-6 കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ, അതൊക്കെ നമ്മിൽ നിന്നുണ്ടാവണം. സ്വർഗം അള്ളാഹുവിലും അതിനുള്ള വഴിപ്പെടൽ നമ്മിൽ നിന്നുണ്ടാവണം. പശ്ചാത്താപം നമ്മിൽ നിന്നുണ്ടാവണം. തൗബ നമ്മിൽ നിന്നുണ്ടാവണം. അള്ളാഹു അത് സ്വീകരിക്കും. പശ്ചാത്താപം സ്വീകരിക്കുക എന്നത്, മഗ്ഫിറത്ത് തരിക എന്നത് അള്ളാഹുവിൽ നിന്നാണ്. പരീക്ഷണം അള്ളാഹുവിൽ നിന്നുണ്ടാവും. ക്ഷമ നമ്മിൽ നിന്നുണ്ടാവണം. നിഅമത്ത് അള്ളാഹ് തരും. ശുക്ർ മറുപടിയായി പകരമായി നമ്മൾ നൽകണം. ദുആ നമ്മിൽ നിന്നുണ്ടാവണം. ഇജാബത്ത് ഉത്തരം നൽകുക എന്നത് അവനിൽ നിന്നുണ്ടാവണം. ഇതൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം. ഭൂമിയിലുള്ളതൊക്കെ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചു. പിന്നീട് അവൻ ആകാശം നിലത്തിരിക്കും. ആകാശത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു സൂറത്ത് ബഖറ 21-ാമത്തെ ആയത്തില് യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ, ഭൂമിയെ വിരിപ്പാക്കി ആകാശത്തെ മേൽക്കൂരയാക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കുറെ വിവരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് സന്ദർഭവശാൽ ഇവിടെയും നമ്മൾ സ്മരിക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. ഇനി 30-ാമത്തെ വഇദ് ഖാല റബ്ബുക ലിൽ മലായിക. ഇത് എന്ന വാക്കിന്റെ അർത്ഥം സന്ദർഭം എന്നാണ്. ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു. വഇദ് ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞ സന്ദർഭം. റബ്ബുക, നിന്റെ റബ്ബ്. അള്ളാഹു റസൂലിനെ അഭിസംബോധന ചെയ്തിട്ടാണ് അള്ളാഹു സംസാരിക്കുന്നത്. ലിൽ മലായികത്തി, മലക്കുകളോട് നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ. അത് പ്രത്യേകം അറബി ഭാഷയിൽ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ, അതിലേക്ക് പഠിതാക്കളുടെ ശ്രദ്ധ കൂടുതൽ പതിയാൻ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്ന ഒരു ശൈലിയാണ്
ഇത് എന്ന പദം. ഇത് അൻതും അജിന്നത്തും ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഉണ്ടായിരുന്ന ഒരു സന്ദർഭങ്ങൾ ആലോചിച്ചോ. സന്ദർഭം അത് വളരെ വല്ലാത്തൊരു സംഗതിയല്ലേ. അതേപോലെ ആ ഇനി പറയാൻ പോണ വിഷയത്തിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ ഇത് എന്ന് അള്ളാഹു ചില ആയത്തുകൾ ആരംഭിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരായത്താണ്. അപ്പൊ നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഇത് കാല പറഞ്ഞ സന്ദർഭം, റബ്ബുക്ക നിന്റെ റബ്ബ് ആരോട്, ലിൽ മലായിക മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഇന്നീ തീർച്ചയായും ഞാൻ, ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ജാഇലുൻ ആക്കുന്നു, ജഅല എന്ന ആക്കീന, ഹുവല്ലദീ ജഅല ലക്കും അൽ അർള ഫിറാശ ഭൂമിയെ വിരിപ്പാക്കി, വജഅൽനാ സമാഅ ബിനാഅ അലം നജ്അലിൽ അർള മിഹാദ, അലം നജ്അൽ ആക്കിയില്ലേ, ആക്ക് അതാണ് ജഅല. ജാഇലുൻ ആക്കുന്നു, ഫിൽ അർളി ഭൂമിയിൽ, ഖലീഫ ഒരു പ്രതിനിധി അല്ലെ പിൻഗാമിയെ സൃഷ്ടിക്കാൻ പോകുന്നു, ആക്കാൻ പോകുന്നു എന്ന വിവരം നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ. ഖാലു അവ മലക്കൾ എന്താ മറുപടി പറഞ്ഞത്, അതജ്അലു നീ ആക്കുകയാണോ, ജഅല ആക്കി, തജ്അലു നീ ആക്കൂ, അതജ്അലു നീ ആക്കുകയാണോ, ആണോ എന്നർത്ഥം കിട്ടിയത് ആദ്യത്തെ ആയ. ഫീഹ ആ ഭൂമിയിൽ, മൻ ചില ആളുകളെ, യുഫ്സിദു ഫീഹ അതിൽ കുഴപ്പമുണ്ടാക്കും, വയസ്ഫിക്കുദ്ദിമ രക്തം ചിന്തുന്ന, സഫക എന്ന് പറഞ്ഞാൽ ചിന്തിന, സഫകുദ്ദം രക്തം ചിന്തുക, വയസ്ഫിക്കുദ്ദിമ രക്തം ചിന്തുന്ന കുഴപ്പമുണ്ടാക്കുന്ന ചിലരെ നീ ഈ ഭൂമിയിൽ ആക്കുകയാണോ എന്നാണ് മലക്കൾ ചോദിച്ചത്. അതജ്അലു ഫീഹ നീ അതിൽ ആക്കുകയാണോ, മൻ ചിലരെ, യുഫ്സിദു ഫീഹ അതിൽ കുഴപ്പമുണ്ടാക്കുന്ന, വയസ്ഫിക്കു ദിമാ രക്തം ചിന്തുന്ന, ദിമാ ദമ് രക്തം, അവ രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ചില ആളുകളെ, ചിലരെ നീ ആ ഭൂമിയിൽ ഉണ്ടാക്കുകയാണോ എന്നാണ് മലക്കൾ ചോദിച്ചത്. എന്നിട്ട് അവര് പറഞ്ഞു, വനഹ്നു ഞങ്ങളാവട്ടെ, നുസബ്ബിഹു നിന്നെ പ്രകീർത്തിക്കുന്നു, ബിഹംദിക നിന്നെ സ്തുതിക്കുന്നതോടുകൂടെ, വനുഖദ്ദിസു ലക നിന്നെ പരിശുദ്ധിപ്പെടുത്തുന്നു. ഇതിനൊക്കെ ഞങ്ങൾ ഉണ്ടല്ലോ ഇവിടെ, ഇനി എന്തിനാണ് മറ്റൊരു വിഭാഗം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന എന്നാണ് അള്ളാഹിനോട് മലക്കൾ ചോദിച്ചത്. അപ്പൊ മലക്കൾ അള്ളാഹ് പറഞ്ഞു, ഖാല അവൻ പറഞ്ഞു, ഇന്നി അഅലമു തീർച്ചയായും ഞാൻ അറിയുന്നു, മാലാ തഅലമൂൻ നിങ്ങൾക്ക് അറിയാത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ശരിയാണ്, ഇങ്ങനൊക്കെ ദോഷം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ അറിയാത്ത കുറെ ഗുണങ്ങളും നന്മകളും ഇനി സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യനിലുണ്ട് എന്ന് അള്ളാഹു പറയാം. ഒന്നുകൂടെ എന്താണെന്ന് പറഞ്ഞത്, ഇത് ഖാല റബ്ബുക നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം ആരോട്, ലിൽ മലായിക മലക്കുകളോട്. ആരാ മലക്കുകൾ? അള്ളാഹു സൃഷ്ടിച്ച 3 തരം സൃഷ്ടികൾ, മനുഷ്യൻ, ജിന്ന്, മലക്ക്. മലക്കുകളാണ് ആദ്യം സൃഷ്ടിച്ചത് ഈ കൂട്ടത്തിൽ, പിന്നീട് ജിന്നുകളെ സൃഷ്ടിച്ചു, പിന്നീടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഈ മലക്കളുടെ പ്രത്യേകത എന്താണ്? ഒന്ന്, മലക്കളുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കേണ്ട, മലക്കളിൽ വിശ്വാസം ഈമാനിൽ പെട്ടതാണല്ലോ, അതിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നു. ഒന്ന്, ആ മലക്കുകൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകാശത്താലാണ്. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ് മലക്ക്. മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ട്, ജിന്നുകളെ സൃഷ്ടിച്ചത് തീജ്വാലകളെ കൊണ്ടാണ് ജിന്നിനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ ജിന്ന് അങ്ങോട്ട് കാണാൻ കഴിയില്ല, ജിന്നിന് മലക്കൾക്കും നമ്മളെ ഇങ്ങോട്ട് കാണാം. മലക്കളുമായി ബന്ധപ്പെട്ട് വിഷയം ഒന്നാമത്തത്, അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകാശം കൊണ്ടാണ്. 2, അവർക്ക് മനുഷ്യരൂപം പ്രാപിക്കാൻ കഴിയും. മലക്കളെ പറ്റി വിശ്വസിക്കേണ്ട രണ്ടാമത്തെ സംഗതി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ എത്ര തവണ വന്നിട്ടുണ്ട്? സ്വഹാബികളെല്ലാവരും കണ്ടു, പള്ളിയിലുള്ള മുഴുവൻ ആളുകൾ എത്രയോ സന്ദർഭത്തിൽ പല സ്വഹാബികളുടെയും രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ടുണ്ട്. മൂന്നാമത്തത്, അവർക്ക് ചിറകുകളുണ്ട്. സൂറത്തു ഫാത്തിർ അള്ളാഹു പറയാം, അൽഹംദുലില്ലാഹ് അള്ളാഹുവിനാകുന്നു സർവസ്തുതി, അല്ലദീ ഫാത്തിറ സമാവാത്ത് ആകാശഭൂമികളെ
മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തു. അൽഹംദുലില്ലാഹ് ഫാത്തിറസ് സമാവാതി വൽ അർദ് ജാഇലുൽ മലായിക. മാത്രല്ല അവൻ മലക്കളെ ആക്കി റുസുലൻ ദൂതന്മാരാക്കി. ഉലി അജ്നിഹ ചിറകുകളുള്ള മസ്ന വ സുലാസ വ റുബഅ ഒന്നുകിൽ 2, 3, 4 യസീദ് ഫിൽ ഖൽഖി മാ യശാ അതിനേക്കാൾ കൂടുതലും അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പോ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ നാലോ അതിനപ്പുറം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് എത്രയോ നൂറിലധികം എത്രയോ ചിറകുകളുള്ളതായിട്ട് ഹദീസിൽ കാണാം. അപ്പോ മലക്കുകൾ അള്ളാഹു ചിറകുകളോടെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അടുത്തത് അവരിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ക്ഷീണം, ഉറക്ക് ഇതൊന്നും അവർക്കില്ല. മാത്രമല്ല അടുത്തത് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവർ അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കുകയില്ല. അള്ളാഹ് എന്താണോ കൽപ്പിച്ചത് അത് കൃത്യമായിട്ട് അവർ പ്രവർത്തിക്കും. എതിര് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവർ നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി വിശേഷ ബുദ്ധി നൽകിയിട്ടില്ല. അവർക്ക് അള്ളാഹ് പറഞ്ഞത് ചെയ്യാനേ കഴിയും. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വർഗവുമില്ല നരകവുമില്ല. നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യർക്ക് മുമ്പേ അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോണത് മലക്കളോട് കൂടി ആലോചിച്ചത്. മനുഷ്യർക്ക് മുമ്പേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതില് പ്രധാനപ്പെട്ട മലക്കളെ പറ്റി അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കളുടെ നേതാവാണ്. അർ-റൂഹുൽ അമീൻ വിശ്വസ്താത്മാവ്, അർ-റൂഹുൽ ഖുദുസ് പരിശുദ്ധാത്മാവ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റിയാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ഇൻദ ദിൽ അർശി മക്കീൻ അള്ളാഹിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ള മുത്താഇൻ മലക്കൾ ലോകത്ത് അനുസരിക്കപ്പെടുന്ന നേതാവാണ്. അള്ളാഹിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മലക്ക് അദ്ദേഹമാണ്. അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഒരു ശബ്ദം ഉണ്ടാക്കും. അത് ആദ്യമായി കേൾക്കുക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിന്റെ നേരെ നോക്കും. അങ്ങനെ അള്ളാഹു ആ കാര്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമായിട്ട് സംസാരിക്കും. അതിനുശേഷമാണ് എന്തും ചെയ്യാൻ അള്ളാഹു നടപടിയെടുക്കും. അപ്പൊ ആദ്യമായിട്ട് തന്റെ ഉദ്ദേശം പങ്കുവെക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമെ. പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ പ്രവാചകന്മാർക്കും എത്തിച്ചു കൊടുത്തത് അദ്ദേഹമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അർ-റൂഹുൽ അമീൻ എന്നും അർ-റൂഹുൽ ഖുദുസ് എന്നുമൊക്കെ സ്ഥാനപ്പേര് കിട്ടിയിട്ടുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ, ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യം ആദ്യമായി പങ്കുവെക്കല് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമായിട്ടാണ്. സ്വാഭാവികമായി ഭൂമിയിൽ ഒരാൾ അള്ളാഹുവിലേക്ക് സുന്നത്തുകളും ഫർളും ഒക്കെ ചെയ്ത് ഇബാദത്ത് ചെയ്ത് പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടാൽ ആ വിവരം അള്ളാഹു ആദ്യമായി പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട്. അദ്ദേഹമാണ് വാനലോകത്ത് ഇത് വിളംബരം ചെയ്യുന്നത്. ഇന്നാലിന്ന വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളും ഇഷ്ടപ്പെടണം. ആ ഇഷ്ടം നമുക്ക് കിട്ടണം. അള്ളാഹിന്റെ ഇഷ്ടം നമുക്ക് കിട്ടിയാൽ മലക്കളുടെ ഇഷ്ടം കിട്ടും. മലക്കളുടെ ഇഷ്ടം കിട്ടിയാലോ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മെ കൈകാര്യം ചെയ്താരാ? മലക്കളാണ്. ഖബറിൽ ചോദ്യം ചെയ്യല്, നന്മ തിന്മ തൂക്കി നോക്കല്, എല്ലാം മലക്കുൽ മൗത്ത് മനുഷ്യനെ മരിപ്പിക്കല് ഒക്കെ മലക്കളല്ലേ. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അത് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്ത് വിളംബരം ചെയ്യും. ഈ പറഞ്ഞ എല്ലാ മലക്കളും അതറിയും. അപ്പൊ മലക്കുൽ മൗത്ത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരാളാണ്, ആ നിലക്കാ കൈകാര്യം ചെയ്യാം. ഖബറിൽ വെച്ചാൽ അവിടെ വരുന്ന മലക്ക് അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളാണ്, ആ നിലക്കാണ് കൈകാര്യം ചെയ്യുക. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ ജീവിതത്തിൽ നേടേണ്ടത് അള്ളാഹിന്റെ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക ഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്. അല്ലാഹുവേ, നിന്റെ ഇഷ്ടം ഞാൻ നിന്നോട് ചോദിക്കുക. ഹുബ്ബ മൻ യുഹിബ്ബുക്, നീ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഓരോ ഇഷ്ടം കിട്ടണം. കാരണം അവരുടെ പ്രാർത്ഥനയിലേക്കും ഓഹരി കിട്ടണം. വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്, നിന്റെ ഇഷ്ടത്തിലേക്ക് എന്നെ എത്തിക്കുന്ന എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളോട് എനിക്ക് ഇഷ്ടം തരണം. ഇഷ്ടം നമസ്കരിക്കുന്നത് അങ്ങനെയാണല്ലോ, ഇഷ്ടത്തോടെയാണ്. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു, മടിച്ച് ഉറക്കു തൂക്കി എങ്ങനെയെങ്കിലും ഒന്ന് നിർവഹിച്ച് കിട്ടുക, അങ്ങനെ അല്ലല്ലോ നിർവഹിക്കുന്നത്. ഉന്മേഷത്തോടെ ആവേശത്തോടെ അതിനോട് ഇഷ്ടം വേണം.
അപ്പൊ അത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇബാദത്ത് നിർവഹിക്കല്ല വേണ്ടത്, ആസ്വദിക്കുക വേണ്ടത്. നമുക്ക് പറ്റിയ അബദ്ധം എന്താ അറിയും? നിർവഹിക്കുക. നിർവഹിക്കുന്ന എന്തും മടുക്കും, ആസ്വദിക്കുന്ന ഒന്നും മടുക്കൂല. മൊബൈൽ എടുത്ത് കൈ കൊടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മടുക്കുമോ? വേണ്ട, എന്നെ കൊണ്ടാവൂല മൊബൈൽ നോക്കാൻ എന്ന് പറഞ്ഞ് ലോകത്ത് നിന്ന് വരെ ഒരു കുട്ടി മൊബൈൽ ബാപ്പന്റെയും മെനകെ തിരിച്ചു കൊടുത്തിട്ടില്ല. എന്താ കാരണം? ആസ്വദിക്കാം. അമ്മയും ബാപ്പയും നിലത്ത് വെക്കും, ഓരും ആസ്വദിക്കുന്നേ. ആരാ ആസ്വദിക്കാത്തത്? എല്ലാവരും ആസ്വദിക്കാം. കഴിഞ്ഞ ദിവസം ഒരു ട്രെയിൻ യാത്രയിൽ ഏകദേശം 70 വയസ്സിന് കൂടുതലുള്ള ഒരു ഉമ്മ, ആ ഉമ്മ ഞാൻ കേറി ഇറങ്ങണ വരെ ഇത് ഇങ്ങനെ തോണ്ടി തന്നെ. കണ്ണട വെച്ച്, കണ്ണട തന്നെ അമ്മാതിരി പവറുള്ള കണ്ണട എന്നല്ല, ആ കണ്ണ് കണ്ടാൽ നമുക്ക് പേടിയാവും. കണ്ണിന്റെ പവർ, കണ്ണടന്റെ പവർ കൂടും തോറും പുറത്തു നോക്കിയാൽ കണ്ണിന്റെ വലിപ്പം നമുക്ക് വലുതായി തോന്നുമല്ലോ. ഇനി അതിലപ്പുറം പവർ ഇല്ല. എന്നിട്ട് ഈ പെണ്ണ് കേറി വന്നിട്ട് ഇറങ്ങണ വരെ ഇത് മാന്ത്. അപ്പൊ അത് ആസ്വദിക്കുകയാണ്. എന്നാ ഖുർആൻ എടുത്താലോ ഉറക്കം വരും. എന്താ കാരണം? നിർവഹിക്കുക. നിർവഹിക്കുക. ആസ്വദിക്കുന്നിടത്ത് ആള് കൂടും, നിർവഹിക്കുന്നിടത്ത് ആള് കുറയും. ഇനി നിങ്ങൾ ചിന്തിച്ചോളി, എവിടെ ആള് കുറണത്, എവിടെ ആള് കൂടുന്നത്? ആ കൂടുന്നത് ഇബാദത്തായി മാറണമെങ്കിൽ ഇബാദത്ത് നമ്മൾ ആസ്വദിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇടി, മിന്ന്, കാറ്റ്, മഴ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. നന്മ തിന്മ രേഖപ്പെടുന്ന മലക്കൾക്ക് റഖീബ് അതീദ് എന്നാണ് പറയുക. അത് അവരുടെ പേരല്ല, അവരുടെ സ്വഭാവമാണ്. എല്ലാവരും മനസ്സിലാക്കിയ റഖീബ് എന്ന് പറഞ്ഞ ഒരു മലക്കിന്റെ പേര്, അതീദ് വേറെ മലക്കിന്റെ പേര്. അത് അവരുടെ സ്വഭാവമാണ്. റഖീബ് എന്ന വാക്കിന്റെ അർത്ഥം സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവൻ. അള്ളാഹിനെ പറ്റി അള്ളാഹ് പറയുന്നത് സൂറത്ത് നിസായിലെ 1-ാമത്തെ ആയത്തിൽ കാണാം, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. എന്നിട്ട് ശേഷം അള്ളാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ ഫത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അള്ളാഹു റഖീബാണെന്ന് മലക്കാണെന്നല്ല. അള്ളാഹു ഒരു മനുഷ്യനെ, എല്ലാ ജീവജാലങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അപ്പൊ സൂക്ഷ്മമായി നമ്മുടെ കർമ്മങ്ങൾ നിരീക്ഷിക്കാൻ ഒരു മലക്ക്. അതീദ് എന്ന് പറഞ്ഞാൽ അതദ എന്ന വാക്കിന്റെ അർത്ഥം തയ്യാറായി. അതീദ് തയ്യാറായി നിൽക്കുന്നവൻ. എന്തിന്? റഖീബ് പറയുന്നത് എഴുതാൻ തയ്യാറായി നിൽക്കുന്നവൻ. അത് അവരുടെ സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കുക. മലക്കുൽ മൗത്ത്, മരിപ്പിക്കുന്ന മലക്കിന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അസ്രായിൽ എന്നൊരു പേരിട്ടിട്ടുണ്ട്. അള്ളാഹു റസൂൽ ഇട്ട പേരല്ല, ഞമ്മൾ ഇട്ട പേരാ. ചില കിതാബുകളിലൊക്കെ കാണാം അസ്രായിൽ, പാട്ടിൽ കാണാം മലക്കുൽ മൗത്ത് അസ്രായിൽ വരുന്ന സമയം എന്നൊക്കെ പറയും. മലക്കുൽ മൗത്തിനെ ഖുർആൻ പറഞ്ഞു, ഖുൽ യതവഫാക്കും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും, നിങ്ങളെ മരിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക്. അത്രയുള്ള പേരില്ല, മലക്കുൽ മൗത്ത് എന്ന് മാത്രമേ അള്ളാഹു റസൂലിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ശേഷം ഖബറിൽ ചോദ്യം ചെയ്യുന്നത് മുങ്കർ, നക്കീർ രണ്ടും, അത് അവരുടെ പേരാണ്. അതേപോലെ തന്നെ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ പാറാവുകാരനാണ്. ധാരാളം മലക്കൾ കീഴിലുണ്ടാവും. അതിന്റെ നേതൃത്വം, അതിന്റെ ഉത്തരവാദിത്തം മാലിക് റളിയല്ലാഹു അൻഹുവിനാണ്. ഈ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഈ മിഅ്റാജിന്റെ രാത്രി അള്ളാഹുവിന്റെ റസൂൽ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മലക്കളെ കണ്ടിട്ടുണ്ട്, പ്രവാചകന്മാരെ എല്ലാരെയും കണ്ടിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്കൊക്കെ ഇമാമും ജമാഅത്തുമായി ബൈത്തുൽ മുഖദ്ദസ് നിസ്കരിച്ചതിന് ശേഷമാണ് ആകാശത്തേക്ക് പോകുന്ന ചരിത്രങ്ങൾക്ക് അറിയാം. എല്ലാവരും പ്രവാചകൻ കണ്ട് ചിരിച്ച് കളിച്ച് കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞു. പക്ഷേ മാലിക് റളിയല്ലാഹു അൻഹു ചിരിക്കുന്നില്ല, വളരെ ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു റസൂൽ ചോദിച്ചു, എന്താ മാലിക് ഒന്ന് ചിരിക്കാത്തത്? എന്താണ് ഒരു സന്തോഷമില്ലാത്തത് ആ മലക്കിന്റെ മുഖത്ത്? അതിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു മറുപടി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എന്നറിയാം, നരകം കണ്ടതിന് ശേഷം പിന്നെ മാലിക് ചിരിച്ചിട്ടില്ല. സത്യത്തിൽ മലക്കൾക്ക് നരകമില്ല, സ്വർഗമില്ല. നരകമില്ല, സ്വർഗമില്ല. ഈ നരകത്തിന്റെ കഠിന കഠോരമായ ശിക്ഷ, വലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യുസിഖു വസാഖഹു അഹദ്. നമുക്കറിയാലോ, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും കൂടി ആരെക്കൊണ്ട് അദ്ദേഹത്തോടാന്ന് പറഞ്ഞില്ലേ.
സ്വർഗവും നരകവും ഉണ്ടായപ്പോ അത് സന്ദർശിച്ച ആദ്യത്തെ വ്യക്തി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഈ ആ ശിക്ഷിക്കപ്പെടുന്ന ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വഫാഖഹു അഹദ്, അന്ന് അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാൾക്കും ശിക്ഷിക്കാൻ കഴിയില്ല. അള്ളാഹു ബന്ധിക്കുന്നത് പോലെ ഒരു മനുഷ്യനെ മറ്റൊരാൾക്കും കയറുകൊണ്ടോ ചങ്ങലുകൊണ്ടോ ബന്ധിക്കാൻ കഴിയില്ല. ശക്തമായ ബന്ധനം, ശക്തമായ ശിക്ഷ. ഇത് കാണുന്ന ആ നരകത്തിന്റെ ഭയാനകത കണ്ട അന്ന് മുതൽ പിന്നെ മാലിക് റളിയല്ലാഹു അൻഹു ചിരിച്ചിട്ടില്ല. റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിന്റെ മലക്കാണ്. സ്വർഗത്തിന്റെ ഉത്തരവാദിത്തം, കാവല് അദ്ദേഹത്തിന്റെ കൈകളിലാണ്. ശേഷം കീഴിൽ ധാരാളം മലക്കുകളുണ്ടാവും. ഓരോന്നിനും ഓരോ ഹെഡ് ഉണ്ടാവുമല്ലോ. ആ ഹെഡിനെ പറ്റിയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മലക്കുകളെ പറ്റി നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഒന്ന്, അവർ പ്രകാശത്താൽ സൃഷ്ടിച്ചു. രണ്ട്, അവർക്ക് ചിറകുകളുണ്ട്. മൂന്ന്, അവർക്ക് മനുഷ്യരൂപം പാലിക്കാൻ സാധിക്കും. നാല്, അവർക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, ഭക്ഷണമില്ല, ക്ഷീണമില്ല, ഉറക്കമില്ല, അള്ളാന്റെ കൽപ്പനക്ക് മുൻകടക്കൂല്ല. അടുത്തത് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. സൂറത്തു തഹരീമിൽ അല്ലാഹ് പറഞ്ഞു, അവർ അള്ളാഹ്ക്ക് ഒരിക്കലും എതിർ പ്രവർത്തിക്കുകയില്ല. അള്ളാഹ് എന്താണോ കൽപ്പിച്ചത് അത് മുറ തെറ്റാതെ അവർ ചെയ്തുകൊണ്ടിരിക്കും. മറ്റൊന്ന്, മനുഷ്യന് മുമ്പേ അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, അവർക്ക് സ്വർഗവുമില്ല നരകവുമില്ല. മറ്റൊന്ന്, 10 മലക്കളെ പേര്, അതിന്റെ ഡ്യൂട്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പിന്നീട് മലക്കൾ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഈ ആയത്ത് വളരെ സുദീർഘമായ ആയത്താണ്. ഞാൻ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. മലക്കളുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം പറഞ്ഞിട്ട്, മലക്കളെ പറ്റി നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം, മലക്കളെ ആദരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിവസ്ത്രരാവരുത്, കാരണം മലക്കളുണ്ട് നിങ്ങളെ കൂടെ. നമ്മൾ ബാത്റൂമിൽ ഇരിക്കുമ്പോഴും സ്ത്രീ പുരുഷ സംസർഗ സമയത്തുമല്ലാത്ത എല്ലാ സമയത്തും മലക്കൾ ഉണ്ടാവും. ആ സമയത്ത് മലക്കൾ മാറി നിൽക്കും. അതുകൊണ്ട് കുളിമുറിയിൽ ഒരാൾ നഗ്നനായി കുളിച്ചു, കുറ്റല്ല, അതൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ പുറത്ത് നമ്മൾ നമ്മൾ ഒറ്റക്കാണെങ്കിലും വസ്ത്രം ധരിക്കണം. മലക്കളുണ്ട് നമ്മളെ കൂടെ. മലക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം. ഈ മലക്കളെ സാന്നിധ്യമുള്ള സദസ്സും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുകയും വേണം. മലക്കളുടെ ഡ്യൂട്ടി ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അത്ര വിശദമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും സമയം പറഞ്ഞതും കേട്ടതും സ്വാലിഹ് അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ആദ്യ അവസാനം പഠിക്കുവാനും പകർത്തുവാനും ഖുർആന്റെ അനുകൂലമായ ശുപാർശയോടെ സ്വർഗത്തിൽ കടക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥമായി ഈമാനും തഖ്വയും ഇഖ്ലാസും മരണം വരെ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.